Hi friends, Assalamu alaikum. Welcome back to Japo's World. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കിടിലൻ ഡെസേർട്ട് റെസിപ്പി, അതായത് ടേസ്റ്റിൽ കിടിലനായിട്ടുള്ള ഒരു വെസ്റ്റേൺ ഡെസേർട്ട് റെസിപ്പി ആയിട്ടുള്ള മാംഗോ മസ്താനി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ജപ്പൂസ് വേൾഡ് എന്ന ഈ ചാനൽ ആദ്യമായി കാണുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള കിടിലൻ റെസിപ്പീസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടുന്നതാണ്. അപ്പോൾ ഈ കിടിലൻ റെസിപ്പി റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. റെസിപ്പി റെഡിയാക്കി എടുക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് 3 മാങ്ങയാണ്. അത് ഞാനിവിടെ തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചെറിയ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ മാങ്ങ എല്ലാം ഇവിടെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഈ മാംഗോ ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കണം. ഇതാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ. ഇത്രയും തിക്കായിട്ടിരിക്കണം, കണ്ടോ. ഇനി ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ നല്ല സ്റ്റിഫിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസെൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മാംഗോ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ സ്റ്റിഫിക്സ് ആക്കി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ഇട്ട് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഈ മാംഗോയും വിപ്പിംഗ് ക്രീമും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് അത് രണ്ടും നന്നായിട്ട് യോജിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ മാങ്ങ ഇവിടെ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെർവ് ചെയ്യാൻ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണം. അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് പോംഗ്രനറ്റ് ആണ്. പിന്നെ വേണ്ടത് കട്ട് ചെയ്ത മാംഗോയുടെ പീസസും പിന്നെ കാഷ്യൂസ് പിന്നെ കുറച്ച് വിപ്പിംഗ് ക്രീമുമാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഗ്ലാസ്സിൽ കുറച്ച് മാംഗോ പൾപ്പ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പോംഗ്രനറ്റ് ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത ലെയറായിട്ട് ഒരു തണുപ്പിന് വേണ്ടി നമുക്ക് 2 ഐസ് ക്യൂബ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. നമുക്ക് അടുത്ത ലെയറായിട്ട് ഇതിൻ്റെ മേളിലേക്ക് കുറച്ചുകൂടി പോംഗ്രനറ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ലെയറായിട്ട് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ അടുത്ത ലെയറിലേക്ക് കുറച്ച് കാഷ്യൂസ് ഇട്ട് കൊടുക്കാം. നല്ലൊരു ക്രഞ്ചി ടേസ്റ്റിന് വേണ്ടിയാണ്. ഇനി ഏറ്റവും ടോപ്പ് ലെയറായിട്ട് നമ്മുടെ മാംഗോ പൾപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിതിൻ്റെ മേളിൽ കുറച്ച് വിപ്പിംഗ് ക്രീമും പോംഗ്രനറ്റും കാഷ്യൂസും ഇട്ട് കൊടുത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കിടിലനായിട്ടുള്ള ഈ ഡെസേർട്ട് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മളിതിൽ യൂസ് ചെയ്യുന്നില്ല. വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നമുക്ക് കൂടാതെ ഗസ്റ്റൊക്കെ നമ്മുടെ വീട്ടിൽ വന്നാൽ നമുക്ക് പെട്ടെന്ന് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി കൂടിയാണ്. എന്തായാലും ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. എല്ലാവരും ഹാപ്പിയും സേഫും ആയിട്ടിരിക്കുക. അടുത്ത ഒരു കിടിലൻ റെസിപ്പിയായി കാണും വരെ ബൈ.